വയനാട്ടിലെ വന്യജീവി ആക്രമണം തടയാൻ ഇടപെടലുമായി സർക്കാർ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ ഓഫീസറെ വയനാട് ജില്ലയിൽ നിയമിക്കും. ജനവാസ മേഖലകളിൽ വന്യജീവി വന്നാൽ കൈകാര്യം ചെയ്യേണ്ട വിധം കളക്ടർക്കുള്ള അധികാരം ഉപയോഗിച്ച് തീരുമാനിക്കാം. ജില്ലയിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുത്തത്. അമൽ തേനമ്പറമ്പ് വിവരങ്ങളുമായുണ്ട്. അമൽ, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് നാട്ടുകാരെ സംബന്ധിച്ച് അല്പം ആശ്വാസമുള്ള കാര്യമാണ്. ഒരു ചുമതലപ്പെട്ട ഒരാൾ ഉണ്ടല്ലോ എന്നത്. പക്ഷേ ഈ നടപടികൾ വേഗത്തിലാകാത്തത്, ഇപ്പോൾ ഈ ആനയെ പിടികൂടാനുള്ള വൈകൽ, അതൊക്കെ ജനങ്ങളുടെ രോഷം അതുപോലെ നിലനിർത്തുകയാണ്. എങ്കിലും അതിനെ പരിഹരിക്കത്തക്ക വിധമാണോ ഈ തീരുമാനങ്ങൾ? തുടർച്ചയായ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ ആളുകൾ കൊല്ലപ്പെടുകയും അവർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. സ്വൈര ജീവിതത്തിന് തന്നെ വിഘാതമാകുന്ന തരത്തിലാണ് ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അത് വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വയനാട് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളെയും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അടക്കം വിളിച്ച് മുഖ്യമന്ത്രി ഒരു യോഗം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിലെ തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ 11.5 കോടി രൂപ ഈ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുമായി നൽകാനായി 11.5 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇവ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നീടുള്ള നടപടികൾ എന്ത് എന്ന കാര്യത്തിൽ പലപ്പോഴും ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ മയക്കുവെടി പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ, അവിടെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെക്കുന്ന തീരുമാനമൊക്കെ വരാൻ ഒരുപാട് വൈകിയിരുന്നു. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ടായിരുന്നില്ല. ഇപ്പോഴെന്തായാലും CCF-നെ അതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി മാത്രമായി പ്രത്യേകം ഒരു CCF-ന് ചുമതല നൽകുകയാണ്. അതോടൊപ്പം മറ്റ് ചില തീരുമാനങ്ങൾ കൂടിയുണ്ട്. ഈ ജനവാസ മേഖലകളിൽ ഈ വന്യജീവി എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന തീരുമാനം വേഗത്തിൽ വേണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. അതിനുള്ള ചുമതല ജില്ലാ കളക്ടർക്ക് നൽകുകയാണ് ഇന്നത്തെ യോഗം ചെയ്തത്. കളക്ടർക്ക് അതിനുള്ള അധികാരമുണ്ട്, പക്ഷേ അത് എത്രയും വേഗം ഉപയോഗിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെറ്റിനറി സർജനായിട്ടുള്ള ഡോക്ടർ അരുൺ സക്കറിയെ വനം വകുപ്പിൽ തന്നെ നിലനിർത്താനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഈ റിസോർട്ടുകൾ, ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലെ റിസോർട്ടുകൾക്കും ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വന്യമൃഗങ്ങളെ ആകർഷിച്ചു കൊണ്ടുവരുന്ന തരത്തിൽ ചില നടപടികളൊക്കെ ചില റിസോർട്ടുകളുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് തടയിടാനുള്ള നടപടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ രാത്രിയിൽ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന റിസോർട്ടുകളിൽ DJ പാർട്ടിയും മറ്റ് പരിപാടികളും സംഘടിപ്പിക്കുന്നതിനെതിരെയും ചില നീക്കങ്ങൾ ഉണ്ടാകും. ഇനിയിപ്പോൾ അതിനൊക്കെ ശക്തമായ ഇടപെടൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം, അത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കളക്ടർക്ക് അധികാരം നൽകുമ്പോൾ കൂടി ഏറ്റവും പ്രധാനമായി ആ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും IC ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ മറ്റ് MLA-മാരും എല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ ഈ വിഷയം ചർച്ച വന്നപ്പോൾ പറഞ്ഞിരുന്നത്, ഈ തീരുമാനമെടുക്കാൻ, ഈ വന്യമൃഗത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനമെടുക്കാനുള്ള ചുമതല DFO റാങ്കിലേക്ക് താഴ്ത്തി കൊടുക്കണം എന്നുള്ളതാണ്. ഇതിപ്പോൾ കളക്ടർ ഈ തീരുമാനം എടുത്ത് അത് താഴെത്തട്ടിലേക്ക് എത്തി വരുമ്പോൾ നടപ്പാകുന്നതിന് കാലതാമസം ഉണ്ടാകുന്നു. അത് പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നുണ്ട്. അതായിരുന്നു യോഗത്തിൽ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം. അത് പക്ഷേ കളക്ടർക്ക് തന്നെയാണ് അതിന് ചുമതല നൽകിയിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ചില നീക്കങ്ങൾ സർക്കാർ നടത്തുന്നു എന്നത് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. ദിവിഷ്, ശരി. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും ഇങ്ങനെ ഒരു തീരുമാനം, സർക്കാരിന്റെ ഇടപെടൽ, അത് ഏറ്റവും ഉചിതമായ കാര്യമാണ്. ജനങ്ങളെ സംബന്ധിച്ച് അല്പം ആശ്വാസമുള്ളതാണ്. ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള വൈകൽ ഒഴിവാക്കാൻ ഈ തീരുമാനം ഉപകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം.